അതിർത്തിയിൽ പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകൾ തകർത്ത് ഭാരത സൈന്യം. പാക് വ്യോമ സംവിധാനങ്ങൾ പരാജയപ്പെട്ടുവെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. പാകിസ്ഥാൻ അകത്തും പുറത്തും തിരിച്ചടി. ക്വറ്റ പിടിച്ചെടുത്ത് ബലൂച്ച് ലിബറേഷൻ ആർമി. അതിർത്തിയിൽ കൂടുതൽ ആകാശ ആന്റി മിസൈലുകൾ വിന്യസിച്ച് ഭാരതം. വലിയ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജയ്സാൽമീറിന് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 6 മണിക്ക് മുമ്പ് മാർക്കറ്റ് പ്ലേസസ്, കടകൾ, അതുപോലെ എല്ലാ സംവിധാനങ്ങളും അടയ്ക്കണം. ബ്ലാക്ക് ഔട്ടിലേക്ക് പോകുകയാണ് ജയ്സാൽമീർ. ഏതായാലും അതിർത്തി കേന്ദ്രീകരിച്ചൊക്കെ വലിയ നിർണായകമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് ഡൽഹിയിൽ മോക്ക് ഡ്രിൽ നടത്തി. ഏതെങ്കിലും വിധത്തിലുള്ള അപായ സൂചനകൾ വരികയാണെങ്കിൽ ജനങ്ങൾക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു. അങ്ങനെ ജനങ്ങളോടടക്കം തയ്യാറാകാനുള്ള ആഹ്വാനമാണ് ഇത്തരം മോക്ക് ഡ്രില്ലുകളിലൂടെ നടക്കുന്നത്. ഡൽഹിയിലാണ് ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ മോക്ക് ഡ്രിൽ നടത്തിയിരിക്കുന്നത്. ഗൗതം അനന്തനാരായണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. ഗൗതം, അല്പസമയം മുമ്പാണ് ഡൽഹിയിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങളെ സജ്ജരാക്കാൻ വേണ്ടിയിട്ടുള്ള അതീവ നിർണായകമായ നീക്കം ഡൽഹിയിൽ നടന്നു. ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും നേതൃത്വത്തിൽ വ്യത്യസ്ത യോഗങ്ങൾ ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. മുൻപോട്ടുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് എന്ന് വിശദീകരിക്കപ്പെടുന്ന സാഹചര്യം. ഒപ്പം തന്നെ ജയ്സാൽമീർ ഇപ്പോൾ അതീവ ജാഗ്രതയിലേക്ക് പോകുന്നു. അവിടെ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തുകയാണ്. എന്തെല്ലാമാണ് ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾ? നീലിമ, കഴിഞ്ഞ 3 ദിവസമായി ഈ അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ രാജ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും പുറപ്പെടുവിക്കുകയാണ്. പ്രത്യേകിച്ച് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന നഗരങ്ങളിലും സ്ഥലങ്ങളിലുമാണ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകി വരുന്നത്. മോക്ക് ഡ്രിൽ ഉൾപ്പെടെയുള്ളവ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വരുന്നു. ഡൽഹിയിൽ അല്പസമയം മുൻപ് വിവിധ സ്ഥലങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങളോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ക്വിക്ക് റിയാക്ഷൻ എങ്ങനെ രൂപപ്പെടുത്തണം എന്നത് സാധാരണ ജനങ്ങൾക്ക് പഠിപ്പിച്ച് നൽകുന്നതിന്, അവർക്ക് അതുമായി ബന്ധപ്പെട്ടൊരു ബോധ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇത്തരം മോക്ക് ഡ്രില്ലുകൾ അല്ലെങ്കിൽ പരിശീലനങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നൽകി വരുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം മോക്ക് ഡ്രില്ലുകൾ, പരിശീലനങ്ങൾ ഇപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. അതേസമയം രാജസ്ഥാനിലെ ജയ്സൽമീറിലും മറ്റും ഇപ്പോൾ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ജയ്സൽമീറിൽ കഴിഞ്ഞ ദിവസം പാക് വ്യോമസേനയുടെ ഒരു കടന്നുവരവ് ഉണ്ടായ സ്ഥലമാണ്. അവിടെ ഭാരതത്തിൻ്റെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാൻ്റെ F-16 വിമാനം തകർന്നു വീണിരുന്നു. മാത്രമല്ല ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ശ്രമിച്ച ഒരു സ്ഥലമാണ് രാജസ്ഥാനിലെ ജയ്സൽമീർ. അതിനാൽ ഈ ജയ്സൽമീറിലെ രാജ്യാന്തര അതിർത്തിയോട് 50 കിലോമീറ്റർ ചുറ്റളവിൽ ഇപ്പോൾ വാഹന ഗതാഗതം പൂർണ്ണമായി തന്നെ നിരോധിച്ചിരിക്കുകയാണ്. മാത്രമല്ല വൈകുന്നേരം 6 മണിയോടുകൂടി ഈ ജയ്സൽമീർ പരിസരങ്ങളിൽ വരുന്ന ചന്തകൾ, അതോടൊപ്പം തന്നെ മറ്റ് കടകമ്പോളങ്ങൾ, ഇതെല്ലാം പൂർണ്ണമായി അടച്ചിട്ട് കൊണ്ടൊരു ബ്ലാക്ക് ഔട്ടിലേക്ക് തന്നെ ജയ്സൽമീർ നഗരം പോകുന്നു എന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ വ്യോമാക്രമണത്തിനും അതുപോലെ തന്നെ ഡ്രോൺ ആക്രമണത്തിനും ശ്രമിച്ച ഒരു സ്ഥലമാണ്. രാജ്യാന്തര അതിർത്തിയിലുള്ള രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട നഗരമാണ്. അതിനാലാണ് ഈ നഗരത്തിൽ ഇപ്പോൾ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നീലിമ, ഇപ്പോൾ വരുന്ന ഒരു വാർത്തയനുസരിച്ച് ഡൽഹിയിൽ നിന്നും ഉള്ള വിമാന സർവീസുകൾ വൻതോതിൽ വെട്ടിക്കുറച്ചിരിക്കുന്നു എന്ന ഒരു വാർത്ത വരുന്നുണ്ട്. ഏതാണ്ട് 30 സർവീസ് റദ്ദാക്കിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്താണ് നമുക്ക് ഇന്റലിജൻസ് ഇൻപുട്ട് അനുസരിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? കാരണം 15 ഇന്ത്യൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്നലെ 2 തവണ നടത്തിയ ആക്രമണ ശ്രമം പൊളിഞ്ഞിട്ടും പിന്മാറാതെ പാകിസ്ഥാൻ ആക്രമണ ശ്രമം തുടരുന്നു എന്ന ഇന്റലിജൻസ് ഇൻപുട്ട് നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു വാർത്ത കൂടി വരുന്നത്. ഗൗതം,
നീലിമ, ഡൽഹി വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഒരു തരത്തിലുമുള്ള തടസ്സമില്ല. പക്ഷേ ഡൽഹിയിൽ നിന്നുമുള്ള ഈ മറ്റ് ഉത്തര ഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ, അതായത് പല വിമാനത്താവളങ്ങൾ ഇപ്പോൾ അടച്ചിരിക്കുന്നത് പ്രധാനമായും രാജസ്ഥാന്, പഞ്ചാബ്, അതോടൊപ്പം തന്നെ ലേയിലെ വിമാനത്താവളവും, ജമ്മു, അതുപോലെ തന്നെ ശ്രീനഗർ വിമാനത്താവളം, കൂടാതെ ഗുജറാത്തിലെ ഈ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലുള്ള വിമാനത്താവളങ്ങൾ, അവിടെ അത്തരം വിമാനത്താവളങ്ങളാണ് പൂർണ്ണമായും അടച്ചിരിക്കുന്നത്. അത്തരം സംസ്ഥാനങ്ങളിലേക്കുള്ള സർവീസുകളും മറ്റുമാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും വെട്ടിച്ചുരുക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹി വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്, അതിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷേ ഡൽഹിയിൽ നിന്നുള്ള ഇത്തരം സംസ്ഥാനങ്ങളിലേക്ക്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സംസ്ഥാനങ്ങളിലേക്കുള്ള സർവീസുകൾ പലതും വിമാന കമ്പനികൾ വെട്ടിച്ചുരുക്കുകയാണ്. കാരണം പാകിസ്ഥാൻ ഇന്ന് രാത്രിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ഇന്നലെ രാത്രി മുഴുവൻ ഒരു ആകാശ യുദ്ധത്തിന് പാകിസ്ഥാൻ തയ്യാറെടുത്തിരുന്നു. പക്ഷേ ഭാരതത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ്റെ പോർ വിമാനങ്ങളും അതോടൊപ്പം തന്നെ ഡ്രോണുകളും മിസൈലുകളും തകർന്നു പോകുകയായിരുന്നു. അതിനാൽ ഇന്ന് രാത്രിയിൽ വീണ്ടും ഒരു പ്രകോപനത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നുണ്ടോ എന്ന് സംബന്ധിച്ചൊരു ചോദ്യചിഹ്നമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വിമാനത്താവളങ്ങൾക്കെല്ലാം കനത്ത സുരക്ഷ ഒരുക്കുന്നതും പാകിസ്ഥാൻ അതിർത്തിയോട് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ബോർഡറുകൾ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിലെ വിമാനത്താവളങ്ങൾ പലതും അടച്ചിടുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം പാകിസ്ഥാൻ ലക്ഷ്യമിട്ട പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്ന് ജമ്മുവിലെ വിമാനത്താവളമായിരുന്നു. ജമ്മു വിമാനത്താവളത്തിലേക്ക് ഏതാണ്ട് 50ഓളം ഡ്രോണുകളാണ് പായിക്കുവാൻ പാകിസ്ഥാൻ ശ്രമിച്ചത്. അത് കൃത്യമായി തന്നെ ഭാരതത്തിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞത് മൂലമാണ് വലിയ തോതിലുള്ള ആഘാതം ഉണ്ടാകാതെ രക്ഷപ്പെട്ടത്. അതിനാൽ തന്നെ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾക്കൊപ്പം വിമാനത്താവളങ്ങൾ കൂടി ലക്ഷ്യമിടുന്നുവെന്നത് ഇതിലൂടെ വ്യക്തമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിമാന സർവീസുകൾ പലതും വെട്ടിച്ചുരുക്കുന്നതും രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളുടെ സുരക്ഷ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നതും. ഒപ്പം തന്നെ ഗൗതം, ഇപ്പോൾ PDP അധ്യക്ഷ മെഹബൂബ മുഫ്തിയുടേതായി ചില വാക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഭാരതവും പാകിസ്ഥാനും സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്നാണ് മെഹബൂബ മുഫ്തി ആവശ്യപ്പെടുന്നത്. ഒപ്പം മെഹബൂബ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് പകരം ഭാരതത്തിന്റെ പോർ വിമാനം തകർത്തതായും പൂഞ്ചിലെ ബ്രിഗേഡ് ആസ്ഥാനം നശിപ്പിച്ചതായും പാകിസ്ഥാൻ അവകാശപ്പെട്ടതിലൂടെ ഇരു വിഭാഗങ്ങളും കണക്ക് തുല്യമായി തീർത്തു എന്നത്. വളരെ കൃത്യമായി PDP അധ്യക്ഷ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നത് ബോധ്യപ്പെടുകയാണ്. പോർ വിമാനം തകർത്തു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഭാരതത്തിന്റെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന സ്ഥിതി നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ PDP അധ്യക്ഷതയുടേതായി ഇങ്ങനെ വാക്കുകൾ പുറത്തു വരുന്നത്. എന്തായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്? നീലിമ, ജമ്മു കാശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി ഇപ്പോൾ തീർത്തും രാഷ്ട്രവിരുദ്ധമായ ചില കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സൈനികപരമായ ബലാബലം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ഇവർ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും PDPയുടെ അധ്യക്ഷ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഈ ബാലാക്കോട്ട്, പുൽവാമയ്ക്ക് പകരമായി ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക് ഭാരതം നടത്തിയിരുന്നു. അതുകൊണ്ട് എന്തു പ്രയോജനമുണ്ടായി എന്ന ഒരു ചോദ്യം ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികളും PDPയുടെ അധ്യക്ഷ ശരിവെക്കുകയാണ്. അത് നമുക്കറിയാം, ഈ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ട തിരിച്ചടി നൽകുന്ന ഘട്ടത്തിൽ വിവിധ കേന്ദ്രങ്ങൾ, ഭീകരവാദ കേന്ദ്രങ്ങൾ പാകിസ്ഥാനിൽ തകരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിന് മറുപടി എന്ന നിലയിൽ പാകിസ്ഥാനിലെ പത്രങ്ങളും അതോടൊപ്പം തന്നെ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും പറഞ്ഞൊരു കാര്യം, ഭാരതത്തിൻ്റെ 5 പോർ വിമാനങ്ങൾ, അതിൽ റഫേൽ ഉൾപ്പെടെ 5 പോർ വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തി എന്നതായിരുന്നു. എന്നാൽ ഇത്തരം ഒരു വ്യാജ പ്രചരണം പാകിസ്ഥാനിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുമാണ് ഇത്തരം പ്രചരണം നടത്തിയത് എന്നത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത പിന്നീട് വന്നു. കാരണം ഇത്തരം ഈ പോർ വിമാനങ്ങൾ വെടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള വാർത്തകൾ എങ്ങും തന്നെ വന്നിരുന്നില്ല. അൽ ജസീറ പോലെയുള്ള ചില മാധ്യമങ്ങൾ
മാധ്യമങ്ങളാണ് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് പാകിസ്ഥാന്റെ പ്രത്യാക്രമണത്തിൽ ഭാരതത്തിൻ്റെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്നും വളരെ വേഗത്തിൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും ചർച്ച ചെയ്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നുള്ളതാണ്. അതായത് നേരത്തെ പല ഘട്ടങ്ങളിലും PDPയുടെ അധ്യക്ഷ സമാനമായ രീതിയിലുള്ള നിലപാട് കൈക്കൊണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിന്നിട്ടുള്ള വ്യക്തിയാണ് ഇവർ. അതോടൊപ്പം തന്നെ പല സമയങ്ങളിലും തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന ഇസ്ലാമിക സംഘടനകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മെഹബൂബ മുഫ്തി രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ പാകിസ്ഥാനെ ന്യായീകരിച്ചും അല്ലെങ്കിൽ പാകിസ്ഥാൻ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണങ്ങളെ ഏറ്റെടുത്തുകൊണ്ടുമുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ PDPയുടെ അധ്യക്ഷ മെഹബൂബ മുഫ്തി സ്വീകരിച്ചിരിക്കുന്നത്. ബാലാക്കോട്ടിൽ എയർ സ്ട്രൈക്ക് നടത്തിയത് കൊണ്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ ഭാരതത്തിനെതിരെ പാകിസ്ഥാൻ നടത്തുന്ന തെറ്റായ പ്രചരണങ്ങൾ, ഭാരതത്തിൻ്റെ പോർവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിലെ ബ്രിഗേഡ് ആസ്ഥാനം ആക്രമിച്ചെന്നുമൊക്കെയുള്ള വ്യാജ വാർത്തകൾ, ആ വ്യാജ വാർത്തകൾ ഇപ്പോൾ മെഹബൂബ മുഫ്തി വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി പറയുന്നു. മാത്രമല്ല ഭാരതം നടത്തുന്ന പ്രത്യാക്രമണം തെറ്റായ സന്ദേശമാണ് നൽകുന്നത് തുടങ്ങിയ പ്രസ്താവനയാണ് ഈ മെഹബൂബ മുഫ്തിയുടെ ഭാഗത്ത് നിന്നും ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ മെഹബൂബയുടെ ഈ പ്രസ്താവനയിൽ വലിയ അത്ഭുതമില്ല. കാരണം രാഷ്ട്രവിരുദ്ധ പരാമർശങ്ങൾ തുടർച്ചയായി നടത്തുകയും ജമ്മു കാശ്മീരിൽ പതിറ്റാണ്ടുകളായി തുടർന്ന് വന്നിട്ടുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയമായ പിന്തുണയും നൽകിയിട്ടുള്ള നേതാവാണ് മെഹബൂബ മുഫ്തി. അതിനാൽ തന്നെ ഇപ്പോൾ ഈ നടത്തുന്ന പ്രതികരണത്തിൽ കാര്യമായ അത്ഭുതം പ്രകടിപ്പിക്കേണ്ടതില്ല. നീലിമ.